വിഷുച്ചന്ത തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് സർക്കാരിന്റെ പ്രതികരണം? മന്ത്രി വി എൻ വാസവനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ ഉണ്ട്. ടോബി, മന്ത്രിക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഒരു ആശ്വാസമാണ് എന്തായാലും സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു നീക്കം തടഞ്ഞത്. എന്തായാലും വിഷുചന്തകൾ തുടങ്ങാനുള്ള ഈ ഒരു കോടതിയുടെ ഒരു നിർദ്ദേശം, ഒരു അനുമതി, അത് ആശ്വാസം പകരുന്നത് തന്നെയാണെന്നാണ് സർക്കാരും കരുതുന്നത്. എന്തായാലും മന്ത്രി വി എൻ വാസവൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിധിയെ നോക്കിക്കാണുന്നത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്തു. മുമ്പും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഉത്സവ സീസണിലെ ചന്ത നടത്തുന്നതിന് കമ്മീഷൻ അനുമതി തന്നിരുന്നു. 2019 2021 കേരളത്തിൽ ഉത്സവ ചന്തകൾ നടത്തുന്നതിന് വേണ്ടി അനുമതി ചോദിച്ചപ്പോൾ അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ ഈ 2 ഘട്ടങ്ങളിലും തരികയുണ്ടായി. കാരണം ഇതൊരു പുതിയ കാര്യമല്ല. എല്ലാ വർഷങ്ങളിലും കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ ഉത്സവ സീസണിൽ ചന്തകൾ നടത്താറുണ്ട്. അത് ഓണത്തിനുണ്ട്, ക്രിസ്മസിനുണ്ട്, ഈസ്റ്ററിനുണ്ട്, റംസാനുണ്ട്, വിഷുവിനുണ്ട്. അപ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാം എല്ലാ വർഷങ്ങളിലും നടത്തി വരുന്ന ചന്ത ഒരു പുതിയ കാര്യമല്ല. ബഡ്ജറ്റിൽ അതിന് പ്രൊവിഷനുണ്ട്. ഒപ്പം ഈ കാര്യത്തെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കൺസ്യൂമർ ഫെഡ് തീരുമാനമെടുത്തതാണ്. അപ്പോൾ ഒരു പുതിയ കാര്യമായിട്ടല്ല വന്നത്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കി ഏതായാലും നീതിബോധത്തോടെ അക്കാര്യത്തിലൊരു വിധി ഞങ്ങൾക്ക് അനുകൂലമായി തന്നു. അത് ഏറെ സ്വാഗതാർഹമാണ്. ജനങ്ങൾക്കൊരു ആശ്വാസമാണ്. അതാണ് ഇത്. ഞങ്ങൾക്ക് മറ്റേത് തരത്തിൽ പറഞ്ഞാലും വിലക്കയറ്റം രൂക്ഷമായി വരുന്ന ഘട്ടത്തിൽ 13 ഇനങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷമായി മര്യാദ വിലയ്ക്ക് ഈ സാധനങ്ങൾ കൊടുക്കുകയാണ്. ഒരു 40% വരെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം പകരുന്ന കാര്യമാണ് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട കോടതി അത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അനുകൂലമായി. ചില ഉപാധികൾ വെച്ചിട്ടുണ്ട് കോടതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇത് ഉപയോഗിക്കരുത്, അങ്ങനെ വന്നാൽ നടപടികളിലേക്ക് പോകും. ഇല്ല, കൃത്യമായി ഒരു തടസ്സമില്ല. നമ്മളിത് തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ ഉദ്ഘാടനങ്ങൾ വയ്ക്കാറില്ല. ഇത് സംബന്ധിച്ച് മറ്റ് പരസ്യങ്ങളൊന്നും കൊടുക്കാറില്ല. വാങ്ങാൻ വരുന്ന ആളുകൾക്ക് കൃത്യമായി മര്യാദ വിലയ്ക്ക് ഈ സാധനങ്ങൾ കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ ചന്തകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാറില്ല, അതിലിടപെടാറില്ല. അതിൽ രാഷ്ട്രീയ പാർട്ടികളാരും ഉണ്ടാവാറില്ല. ജീവനക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വെച്ചിട്ടുള്ള ഉപാധികളൊക്കെ തന്നെ മാനിച്ചുകൊണ്ട് തന്നെ ഈ ഉത്സവ ചന്ത നടത്താൻ ആവശ്യമായ ക്രമീകരണം ഇന്ന് തന്നെ തുടങ്ങും. ഇനി ദിവസങ്ങൾ 3 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അതിനുവേണ്ട നടപടികളൊക്കെ എത്രയും വേഗം തന്നെ അല്ല, ഇത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കൊട്ടേഷൻ ക്ഷണിച്ചിരുന്നു. സാധാരണ രീതിയിൽ ഇത് പർച്ചേസ് ചെയ്യുന്നത് മുഴുവൻ നേരിട്ട് പോയി പർച്ചേസ് ചെയ്യല്ല. അത് പരസ്യമായി കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ട് ആ കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരുന്ന ആളുകളുടെ നോക്കിയാണ് ഇത് വാങ്ങുക. ആ പ്രക്രിയ ഫെബ്രുവരി മാസത്തിൽ നടന്നിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ പ്രോസസ്സ് മുഴുവൻ പൂർത്തീകരിച്ചതാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം ഈ കാര്യത്തെ സംബന്ധിച്ചോളം കരാറാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഒരു കാലതാമസത്തിൻ്റെ പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട കോടതി ഇന്ന് ഈ ഉത്തരവ് തന്നതിനെ തുടർന്ന് ഇന്ന് തന്നെ മാർക്കറ്റ് ആരംഭിക്കാൻ കഴിയുന്ന രൂപത്തിൽ സാധനങ്ങൾ എത്തി എല്ലാ സ്ഥലത്തും നിരക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്ത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ള എല്ലാ ഉപാധികളോടും കൂടി തന്നെ കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ്. ജനങ്ങൾക്കും സർക്കാരിനും ഒരുപോലെ ആശ്വാസമായിട്ടുള്ള ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. എത്രയും വേഗം ഈ ചന്തകൾ തുടങ്ങാനുള്ള നടപടികൾ ഉണ്ടാകും. അതിനും ഫെബ്രുവരിയിൽ തന്നെ അത് തുടങ്ങിയിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇത് കൊണ്ടുവരാതെ നല്ല രീതിയിൽ തന്നെ ചന്ത നടത്താൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് മന്ത്രി നമ്മളോട് പങ്കുവച്ചത്. ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു മന്ത്രി വി എൻ വാസവൻ. ഒപ്പം ഇതിൽ എല്ലാ ഉപാധികളും കൃത്യമായി തന്നെ പാലിക്കും എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്.